ബോസ് മലയാളം സീസൺ 7-ൽ അനുമോൾക്ക് വീണ്ടും വിമർശനം. ബിന്നി സെബാസ്റ്റ്യന്റെ ഭർത്താവ് നടൻ നോബിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലെത്തി. രാത്രി ബിന്നിയും നോബിനും ഒരുമിച്ചാണ് കിടന്നത്. ഇവിടെ അനു തന്റെ പതിവ് സദാചാരവാദങ്ങളുമായി എത്തിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നോബിനും ബിന്നിയും ഒരുമിച്ച് കിടന്നെടുത്ത് തലയണ വെച്ച് മറയ്ക്കാൻ ശ്രമിച്ചു. നെവിനോട് ഇവരുടെ അടുത്ത് നിന്ന് പോകാനും പറയുന്നുണ്ട്. രാത്രി 12:30 അനുമോൾ ഈ വിഷയം പറഞ്ഞ് വീടിനുള്ളിൽ ചുറ്റിത്തിരിയുകയാണ്. ഈ സംഭവം പ്രേക്ഷകരിൽ പലരും തമാശയായി എടുത്തു. എന്നാൽ ചിലർ അനുമോളിലെ സദാചാര സങ്കല്പം ചൂണ്ടിക്കാട്ടി. എന്തൊരു ക്രിഞ്ച് ഫെസ്റ്റാണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി. സത്യത്തിൽ എന്താണ് ഈ അനുമോളുടെ പ്രശ്നം? നൂബിനും പിന്നെയും കിടക്കുന്നിടത്ത് ആരും സീൻ പിടിക്കണ്ട എന്ന് പറഞ്ഞ് അനുമോൾ ബ്ലാങ്കറ്റും തലയണകളും കൊണ്ടുവന്ന് അവരെ മറയ്ക്കുന്നു. അവരോട് സംസാരിച്ചിരുന്ന നെവിനെ അത് കണ്ടിട്ട് തൊലി ഉരിഞ്ഞിട്ടാവണം അവൻ അവിടെ നിന്ന് ബ്ലാങ്കറ്റും തലയണകളും താഴെയിടുന്നുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും വരുന്നു ക്രിഞ്ചി അനു. നിനക്ക് എന്തുവാടേ നെവിനെ പ്രശ്നം? സീൻ പിടിക്കാതെ നീ ഒന്ന് പോയേ. ഇതും പറഞ്ഞ് നെവിനെ ഉന്തിത്തള്ളി അവന്റെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം അവനെ പുതപ്പിച്ചിട്ട് അനുവിന് ഒരാശ്വാസം കിട്ടിയുള്ളൂ. പലതരം സദാചാര വേർഷനും ക്രിഞ്ച് ആറ്റിറ്റ്യൂഡും നാം കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇമാതിരി ഒരു മാരക ഐറ്റം ഇതാദ്യമായിട്ടാണ്. സത്യത്തിൽ ആര്യനോ പാവം ജിസയിലോ അല്ല പ്രശ്നം. അത് നമ്മുടെ പാവം പിടിച്ച പ്ലാച്ചിമോളാണ്. ഈ ഫാമിലി വീക്കിൽ അനുമോളുടെ മാരകമായ ക്രിഞ്ചൻ രീതികൾ ഇനിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ്. സമാന അഭിപ്രായം നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട്. ആണും പെണ്ണും സ്നേഹപ്രകടനം നടത്തുന്നത് കണ്ടാൽ അപ്പോൾ അനുമോൾ അവിടെ കല്ലുകടിയായി എത്തുമെന്നാണ് വിമർശനം. നൂബിനെ നാണം കെടുത്തിയെന്നും ചെറുപ്പക്കാരിയായ അനുമോൾ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി പക്വത കാണിക്കണമെന്നും അഭിപ്രായം വരുന്നുണ്ട്. നേരത്തെ ആര്യനും ജിസേലും തമ്മിൽ ബെഡിൽ വെച്ച് ചുംബിച്ചു എന്ന ആരോപണം അനുമോൾ ഉന്നയിച്ചതാണ്. ഇത് വലിയ പ്രശ്നവുമായതാണ്. അന്ന് അനുമോൾക്ക് നേരെ സമാനമായ വിമർശനം വന്നിരുന്നു. അനുമോളുടെ യാഥാസ്ഥികരായ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാനുള്ള ശ്രമമാണെന്ന വിമർശനവും വന്നിരുന്നു. ഇത്തവണ സീസണിൽ അനുമോളുടെ മത്സരാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും വാദങ്ങളും ബാലിശമാണെന്ന അഭിപ്രായവുമാണ് വരുന്നത്. ജിസിയിലും ആര്യനും ചുംബിച്ചെന്ന് പറയുന്നതിന് പുറമെ ഇത് അനുമോളും മസ്താനിയും ജിഷിനും അനുകരിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയം വ്യാപക വിമർശനത്തിന് കാരണവുമായി.